പട്ടുസാരി കൊണ്ട് നമ്മളൊരു പട്ട് പാവാടയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോകണം. ഇത് കുറേ കൊല്ലത്തെ ഒരു പട്ടുസാരിയാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു തല ഈ ഒരു ഓറഞ്ച് നല്ല ഡാർക്ക് കളർ ഓറഞ്ചാണ്. അപ്പോൾ ഈ ഒരു ഓറഞ്ച് കളർ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുള്ളൂ കേട്ടോ. ബ്ലൗസിനാണ് കേട്ടോ ഞാൻ ഈ ഓറഞ്ച് ഭാഗം എടുക്കുന്നത്. പിന്നെ ഇതൊക്കെ കീറി തുടങ്ങിയിട്ടാണ് ഈ ഒരു ഭാഗമൊക്കെ നമുക്കപ്പോൾ ഈ ഭാഗം ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ പച്ച നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഒരു ഓറഞ്ച് നമ്മൾ ബ്ലൗസിനായിട്ട് എടുക്കണം കേട്ടോ. ഈ ഓറഞ്ച് ബ്ലൗസിന് നമ്മൾ കോമ്പിനേഷനായിട്ട് പാവാടയായിട്ട് എടുക്കുന്നത് ഈ ഒരു വയലറ്റ് കളറിൽ വരുന്ന ഈ ഒരു സാരി തന്നെയാണ് കേട്ടോ. ഇതൊരു പഴയ സാരി തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ കളറ് നല്ലൊരു ഡാർക്ക് വയലറ്റ് കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. പക്ഷേ ഇതിൻ്റെ തലയൊക്കെ ഒരു ചെറിയ ഷെയ്ഡുകൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തലഭാഗം നമ്മൾ എടുക്കുന്നില്ല, ബാക്കി എല്ലാം പ്ലെയിൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ബോർഡർ ഒന്നും എടുക്കണില്ല, ഈ പ്ലെയിൻ മാത്രം നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഈ ഓറഞ്ചിന് ഈ ഒരു വയലറ്റാണ് നമ്മൾ പാവാടയായിട്ട് എടുക്കുന്നത് കേട്ടോ. നമുക്കിത് ആദ്യം വെട്ടാം കേട്ടോ. ഈ ഒരു പാവാട നമ്മൾ ചെയ്യുന്നത് ഞെറി വെച്ചിട്ടല്ല, നമ്മളൊരു അമ്പർല കട്ടിങ് കേട്ടോ ചെയ്യാൻ പോണം. സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവർക്ക് പറ്റിയൊരു അളവാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഞാൻ അളന്നിട്ടല്ല ഒന്നും ചെയ്യുന്നത്. നമ്മൾ മുന്നേ തയ്ച്ച പാവാടമെന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു പാവാടയുടെ അമ്പർല കട്ടിങ് അളക്കാൻ പോകുന്നത്. ഈ ഒരു പാവാട കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ സാരീനെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് കേട്ടോ. രണ്ട് ഭാഗമായിട്ട് ഇങ്ങനെ മടക്കിയിട്ടുണ്ട്, അങ്ങനെ മടക്കി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഈ തലഭാഗം നമ്മൾ എടുക്കുന്നില്ല, ഈ പ്ലെയിൻ ഭാഗം മാത്രം നമുക്ക് കിട്ടും വേണം. അപ്പോൾ നമ്മൾ ഈ ഒരു അമ്പർല കട്ടിങ് പാവാട നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ശരിക്കും ആ പാവാട ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പാവാടയുടെ 4 സൈഡ് നമുക്ക് കറക്റ്റ് വെട്ടിയെടുക്കണം കേട്ടോ. ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പ്ലെയിൻ ഭാഗം നമുക്ക് കിട്ടും കേട്ടോ. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള 2 തുണി 2 പീസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഈ അരഭാഗമൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ വെട്ടിയെടുത്താൽ മതി കേട്ടോ. വേറെ അളവൊന്നും നോക്കണ്ട, ഈ ഒരു അളവ് തന്നെ നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ നമ്മൾ വെട്ടിയെടുത്ത് പോയാൽ മതി. ഈ ഒരു പട്ട നമ്മൾ വെട്ടുന്നില്ല കേട്ടോ. ഈ പട്ട ഇങ്ങനെ മടക്കി വെച്ചിട്ട് പട്ട നമ്മൾ വേറെയാണ് കേട്ടോ എടുക്കുക. അപ്പോൾ ഈ പട്ട ഭാഗം നമ്മളൊന്നിങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ 4 സൈഡ് ഈ ഒരു അളവ് കറക്റ്റ് ഈ ഒരു അളവ് തന്നെ എടുത്തിട്ട് 4 ഭാഗം നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. 4 ഭാഗം നമുക്ക് വെട്ടിയെടുക്കാം. ഇതിപ്പോൾ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും നമ്മൾ ചുറ്റും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കണ്ടോ. നമ്മൾ ഈ അരഭാഗം എടുക്കുമ്പോൾ ഒരു കുറച്ചിങ്ങനെ കയറ്റിയെടുക്കണം കേട്ടോ. നമുക്കിത് തയ്യലിൻ്റെ വശം വരുന്നതാണ്. അപ്പോൾ നമ്മളവിടെ ഉള്ളിലേക്ക് കുറച്ച് വെക്കേണ്ടി വരും. അപ്പോൾ കുറച്ചൊന്ന് കയറ്റി വെച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ അടിയിലൊരു ലൈനിങ് എന്തെങ്കിലും ഒരു തുണി വെച്ച് കൊടുത്തിട്ട് നമുക്കിത് 2 പീസ് ഉണ്ടല്ലോ, ഇത് 2 പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഫ്രണ്ടിലത്തെ ഭാഗം ഒരു ലൈനിങ് വെച്ച് നമുക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ ഇതിന്മേൽ തന്നെ. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ 2 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുമ്മേ നമുക്ക് ലൈനിങ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ ഈസിയാണ് ഈ ഒരു അമ്പർല കട്ട് തയ്ക്കാനായിട്ട്. ഇങ്ങനെ അളവെടുത്ത് കഴിഞ്ഞാൽ ഇത് അളവെടുത്ത് തയ്ക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇങ്ങനത്തെ ഒരു പാവാട നമുക്കുണ്ടെങ്കിൽ ഈസി ആയിട്ട് തയ്ക്കാം കേട്ടോ. നമ്മൾ ഈ പാവാട വെട്ടിയതിൻ്റെ അതേ അളവിൽ തന്നെ നമ്മളൊരു ലൈനിങ് പീസ് ഇതിൻ്റെ അടിയിൽ ഇതേ അളവിന് തന്നെ ഒന്ന് വെച്ച് വെട്ടുക കേട്ടോ. ഇത്രയും ഇറക്കം വേണ്ട, ഇത്രയും ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇത്ര അളവ് കുറച്ചിട്ട് നമ്മൾ എടുത്താൽ മതി. അടിയിലേക്ക് ഒരു ലൈനിങ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഈ പാവാടയുടെ ഈ 2 സൈഡ് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഈ 2 സൈഡും നമുക്ക് അടിച്ചു കൊടുക്കാം. നമ്മളൊരു സൈഡ് ജോയിൻ്റ് ചെയ്തു കേട്ടോ. ഇനി അടുത്ത സൈഡ് ജോയിൻ്റ് ചെയ്യുമ്പോൾ ഒരു 2 ഇഞ്ച് ഇറക്കിയിട്ട് ജോയിൻ്റ് ചെയ്യണം കേട്ടോ. കാരണം നമുക്കിത് അരയിലേക്ക് കയറ്റിയിടണമെങ്കിൽ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഈ ഒരു 2 ഇഞ്ച് നമ്മൾ വിട്ടിട്ട് ഇവിടെ നിന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഒരു കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ അവിടെ നമ്മൾ 2 സൈഡും അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതുപോലെ തന്നെ ലൈനിങ്ങും 2 സൈഡും അടിച്ചു കൊടുക്കാം കേട്ടോ. ലൈനിങ്ങും പാവാടയുടെ പോലെ തന്നെ 2 സൈഡ് ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി ഇങ്ങോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. ഇതിപ്പോൾ 2ൻ്റെ അരഭാഗമാണ്. ഈ അരഭാഗം നമുക്ക് ഇനി ഈ ലൈനിങ്ങിൻ്റെയും ഈ പാവാടയുടെയും കൂടെ നമുക്കിതൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു സൈഡ് ഇങ്ങനെ
ഈ അരിങ്ങനെ ഈ പൊളി വശം കണ്ടില്ലേ, നമ്മൾ ഹുക്ക് വയ്ക്കാനുള്ള 2 ഭാഗമാണ് ഇത് ഹുക്ക് വയ്ക്കേണ്ട ഭാഗം. അപ്പോൾ നമ്മൾ ഒരു 2 ഇഞ്ച് നമ്മൾ ഇറക്കിയിട്ടാണ് ഇവിടെ തയ്ച്ച് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഇവിടെ നിന്നിട്ട് ഈ അങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഈ അറ്റം വരെ ഈ ലൈനിങ്ങിനും നമ്മുടെ ഈ പാവാടേനും കൂടെ ഒന്ന് യോജിപ്പിക്കാം കേട്ടോ. നമുക്കൊന്ന് അടിക്കാം കേട്ടോ. അത് ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ പാവാടേനും ലൈനിങ്ങിനും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അമ്പർല കട്ടിങ് ആണ് കേട്ടോ. അത് നമ്മുടെ അതിലൊരു അളവ് ഉണ്ടെങ്കിൽ വേറൊരു അളവിൻ്റെ ആവശ്യമില്ല, നമുക്കത് തന്നെ വെച്ച് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാവാടയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ലൈനിങ്ങിനെയും പാവാടേനും കൂടെ നമുക്കൊന്ന് യോജിപ്പിക്കാം കേട്ടോ. ഇവിടെ നിന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ പോരാ കേട്ടോ ഏറ്റം വരെ. ഈ പാവാടയും ലൈനിങ്ങും കൂടെ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ലൈനിങ്ങും പാവാടയും ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ റൗണ്ട് വരെ എത്തി ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കയറ്റി ഇടുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഹുക്ക് വയ്ക്കുന്ന ഈ ഭാഗത്ത് ഒന്ന് മടക്കി ഇങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ ഈ 2 സൈഡും അടിച്ചു കൊടുക്കുക കേട്ടോ. ഹുക്ക് വയ്ക്കണ ഭാഗമാണത്. ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക ഈ ജോയിൻ്റ് ചെയ്യുന്ന കേട്ടോ. ഹുക്ക് വയ്ക്കാനുള്ള ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ 2 പൊളി ഭാഗം ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതുമ്മേ പട്ട വെച്ച് കൊടുക്കുക വേണ്ട കേട്ടോ. ഇവിടെ ഇങ്ങനെ പട്ട വയ്ക്കുക, നമുക്ക് പട്ടയ്ക്കുള്ളത് വെട്ടാം കേട്ടോ. നമ്മൾ ഇനി അര ഭാഗത്തേക്കുള്ള പട്ട വെട്ടാൻ പോകണം കേട്ടോ. അപ്പോൾ നല്ല പാവാട എടുക്കുമ്പോൾ തന്നെ നമ്മൾ കറക്റ്റ് അളവുള്ള പാവാട തന്നെ, നല്ല അരഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ട് നിൽക്കുന്ന പാവാടയൊക്കെ അളവിനെടുക്കണം കേട്ടോ. ഇറക്കായാലും ഈ സൈഡ് ഭാഗമൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് സൈസ് നോക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ പട്ടര ഈ ഒരു മടക്കി വെച്ച ഒരു ഭാഗമാണ് കേട്ടോ. അത് പാവാട തന്നെയാണ്, വലിയൊരു പാവാട. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പട്ട നമ്മളിങ്ങനെ നല്ല കട്ടിയിൽ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു 2.5 ഇഞ്ച് 2.25 ഇഞ്ച് നീട്ടം വരുന്നൊരു പട്ടയാണ് കേട്ടോ. ഇത്തിരി വലിയ സൈസിലാണ് നിൽക്കുന്നത്. വയറുമ്മക്ക് കയറി നിൽക്കുന്നതാണ് കേട്ടോ. ബ്ലൗസ് നമ്മളൊരു ഹാഫ് ബ്ലൗസ് പോലെയാണ് ചെയ്യുക. അപ്പോൾ പാവാട നല്ലോണം കയറ്റിടുന്ന പാവാടയാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള പട്ടയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ 2.5 ഇഞ്ചിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തുണി എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ തുണി എടുക്കുമ്പോൾ നമ്മളിവിടെ കുറച്ച് കട്ടിയിൽ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെച്ചിട്ട് അടിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ വയറുമ്മക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുമ്പോൾ ചുളിഞ്ഞ് നിൽക്കും. അപ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പട്ട വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല കട്ടിയിലുള്ളൊരു തുണി വെച്ച് നമ്മൾ അടിച്ചു കൊടുക്കണം കേട്ടോ. അതിപ്പോൾ ഒരു 2-3 ലെയർ ഇട്ടിട്ട് അടിച്ചാലും മതി കേട്ടോ. നമുക്ക് ഈ ഒരു പട്ട വെട്ടിയെടുക്കാം. പട്ടയ്ക്കുള്ള പീസ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. കുറച്ച് നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നീട്ടത്തിന് നമുക്ക് വെട്ടിയെടുക്കണം. പിന്നെ നല്ല കട്ടി തോന്നാനായിട്ട്, കട്ടി ഉള്ളിലേക്ക് വേണ്ടിയിട്ട് വേറൊരു മുണ്ടിൻ്റെ ഒരു കരഭാഗമൊക്കെ അടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കാണില്ല, അത് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനാണ് കേട്ടോ. നല്ല കട്ടിയിൽ നമുക്ക് ഈ ഒരു അരപ്പട്ട നല്ല കട്ടിയിൽ നിൽക്കണം കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് തയ്ച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ പട്ട ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ അടിക്കുന്നത്. ഈ ഒരു പൊട്ട ഒരു തുണി ഉള്ളിൽ വെച്ചിട്ട് നല്ല കട്ടി തോന്നാനായിട്ട് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ അടിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുക. അത് ഇതിൻ്റെ ഉള്ളിലായിരിക്കും കഴിഞ്ഞാൽ നമുക്കത് പുറത്തേക്ക് വരില്ല കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. ഈ പട്ട നമ്മളിങ്ങനെ തയ്ച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരൊറ്റ നമുക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ടൊന്ന് സൈഡ് നല്ല ഭംഗിയിൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ പട്ടയുടെ ഒരറ്റം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്നിങ്ങനെ മടക്കി വെച്ചിട്ട് കൂട്ടി യോജിപ്പിക്കണം കേട്ടോ. ഇത് ഏറ്റവും നമ്മൾ കൂട്ടി അടിക്കാനുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെയുണ്ട് ഹുക്ക് വയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഒരറ്റം ഇങ്ങനെ നല്ല നീറ്റായിട്ട് ഇത് കാണുന്ന ഭാഗം കേട്ടോ. നമ്മൾ പാവാട ഇടുമ്പോൾ കാണും. അത് കാരണം നല്ല നീറ്റായിട്ട് നമ്മൾ കൂട്ടി യോജിപ്പിച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ. ഉള്ളിലേക്ക് വെച്ചിട്ട് ഒരു ഭാഗം അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പാവാടമേ ജോയിൻ്റ് ചെയ്യാം കേട്ടോ. ഈ അടിച്ച ഭാഗം, ഇപ്പം നമ്മൾ അടിച്ച ഭാഗം, ഈ നല്ല ഭാഗം ഈ പാവാട നമുക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പട്ട ജോയിൻ ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ അവസാനം ഇങ്ങനെ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ബാക്കി നിൽക്കുന്ന നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്തിട്ട് ഈ പൊളി വെച്ചേക്കണതിൻ്റെ നേരെ തന്നെ നമുക്കിങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. പാവാടരെ ഇപ്പോൾ പട്ടര പണിയും കഴിഞ്ഞു. ഈ മുകളിലത്തെ ഭാഗത്തെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം
ഒന്ന് തെരുത്തടിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മടക്കി വെച്ച് അടിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ മടക്കി വെച്ച് അടിച്ചാൽ മതി. പക്ഷെ പട്ടുപാവാടയ്ക്കാണെങ്കിൽ വേറെ പട്ടിൻ്റെ തേനോടെ നമുക്ക് അടിയിൽ വെച്ച് കൊടുക്കണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഈ പാവാടയുടെ അടിവശം നമ്മൾ തയ്ച്ച് കൊടുക്കില്ല കേട്ടോ. നമ്മൾ ഈ സാരിയുടെ പട്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ, പട്ടിൻ്റെ കര, അത് നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിവിടെ പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് പിടിപ്പിച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ മറച്ച് വെച്ചിട്ട് പിടിപ്പിച്ച് ഇങ്ങനെ ഈ വെട്ടിയ ഭാഗം ഉണ്ടല്ലോ, സാരിയുടെ കരയുടെ വെട്ടിയ ഭാഗം ഈ പട്ടിൻ്റെ അവിടെ നിന്ന് ഒരു ഇത്തിരി അങ്ങോട്ട് കയറ്റി വെട്ടുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കയറ്റി വെട്ടുക, എന്നിട്ട് ഈ ഭാഗം തയ്ച്ചു കൊടുക്കുക. ഈ പട്ട് തയ്ക്കരുത്, ഈ പട്ടിൻ്റെ ഈ ബ്ലൂ വയലറ്റ് കളർ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് തയ്ച്ച് കഴിയുമ്പോൾ നമുക്കിത് ഇങ്ങനെ നല്ല ഫിനിഷായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് അടിക്കൊന്നും വേണ്ട. ഉണ്ടോ, നമ്മൾ മുന്നത്തെ അളവ് എടുത്തതിൻ്റെ മുന്നത്തെ അളവാണ് കേട്ടോ ഈ അടിയിലിരിക്കുന്നത്. അത് നമുക്ക് ഇത് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് തയ്ക്കുമ്പോൾ അളവ് കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നോക്കാം എത്രത്തോളം നമുക്ക് ഇറക്കം വേണമെന്നുള്ളത് കേട്ടോ. ഇത് പിടിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ അടിഭാഗം അങ്ങനെ വെട്ടിക്കളയാം കേട്ടോ. നമ്മുടെ പാവാട തയ്ച്ച് കഴിഞ്ഞു. ഈ പാവാടയുടെ അടിഭാഗം മൊത്തം നമ്മൾ ഈ ഗോൾഡൻ കര പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിടിപ്പിച്ച് കൊടുത്താൽ നമുക്ക് ഈ അടിഭാഗം ഇങ്ങനെ മടക്കി വെച്ച് തയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ മൊത്തം പ്ലെയിൻ തന്നെയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പാവാട. ഇവിടെ വെട്ടിയപ്പോൾ ഇങ്ങനെ ഒരു ഗോൾഡൻ്റെ ഒരു ഭാഗം വന്നിരുന്നു കേട്ടോ. അത് നമ്മളത് ഇതേ പീസ് തന്നെ വെച്ചൊന്ന് മടക്കി അടിച്ചേക്കണം കേട്ടോ. കണ്ടോ, പട്ടയൊക്കെ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഓറഞ്ച് ബ്ലൗസ് ഇങ്ങനെ ഒരു പട്ട ഗോൾഡൻ്റെ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് കഴുത്തിനൊരു ബീഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. കുറച്ചൊക്കെ തയ്ക്കാൻ അറിയുണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് അമ്പർല കട്ടിങ്ങൊക്കെ തയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ അളവെടുത്ത് തയ്ക്കുകയാണെങ്കിൽ കുറച്ച് ഈസി ആയിരിക്കും. പിന്നെ നമ്മൾ തയ്ച്ച് പിന്നെ നമുക്ക് അവസാനം അളവൊക്കെ എടുത്ത് തയ്ക്കാറാവും. അപ്പോൾ അതുവരെയൊക്കെ നമ്മളിങ്ങനെയൊക്കെ തയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ.